ഹായ് എവരിവൺ, വെൽക്കം ടു ഇംഗ്ലീഷ് വിത്ത് ജോ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഡെയിലി ലൈഫിൽ ഹാവിങ് ഉപയോഗിച്ച് പറയാവുന്ന 10 സെൻറ്റൻസസ് ആണ് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. അതോടൊപ്പം ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഹാവിങ് എവിടെ എങ്ങനെ ഉപയോഗിക്കാം എന്നും മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് ഡീറ്റെയിൽ ആയി പോകുന്നതിന് മുൻപ് ഇംഗ്ലീഷ് വിത്ത് ജോ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമ്പർ 1 ഇൻ അവർ ലിസ്റ്റ് ഇസ് ഐ വാസ് ഹാവിങ് ഡിന്നർ വെൻ യു കോൾഡ്. നീ വിളിച്ചപ്പോൾ ഞാൻ ഡിന്നർ കഴിക്കുകയായിരുന്നു. ഇങ്ങനെ കഴിക്കുക എന്ന അർത്ഥത്തിൽ ഹാവിങ് ഉപയോഗിക്കാം. ഐ വാസ് ഹാവിങ് ഡിന്നർ വെൻ യു കോൾഡ്. ഐ വാസ് ഹാവിങ് ഡിന്നർ വെൻ യു കോൾഡ്. നമ്പർ 2 ഇൻ അവർ ലിസ്റ്റ് ഇസ് ഐ ആം ഹാവിങ് ടീ. ഞാൻ ചായ കുടിക്കുകയാണ്. ഈറ്റിംഗ് കഴിക്കുകയാണ് എന്ന് കൂടാതെ ഡ്രിങ്കിങ് കുടിക്കുകയാണ് എന്ന അർത്ഥത്തിലും ഹാവിങ് ഉപയോഗിക്കാം. ഐ ആം ഹാവിങ് ടീ. നമ്പർ 3 ഇൻ അവർ ലിസ്റ്റ് ഇസ് വി ആർ ഹാവിങ് എ ഗുഡ് ടൈം. നമ്മൾ നല്ലൊരു സമയത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു എക്സ്പീരിയൻസിനെ കുറിച്ചാണ് പറയുന്നത്. ഈ സെൻറ്റൻസിൽ പറയുന്നൊരു സിറ്റുവേഷൻ, കൂട്ടുകാരുമായി പിക്നിക്കിന് പോവുകയാണ്. വീട്ടിൽ നിന്നും ഒരു കോൾ വരുന്നു. ആ സമയം നമ്മൾ പറയാറുണ്ട്, ഈ ഒരു പിക്നിക് ഞാൻ നന്നായി എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന്. ആ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ പറയാം, വി ആർ ഹാവിങ് എ ഗുഡ് ടൈം. നമ്പർ 4 ഇൻ അവർ ലിസ്റ്റ് ഇസ് ഐ വാസ് ഹാവിങ് സം ഫിനാൻഷ്യൽ പ്രോബ്ലംസ്. എനിക്ക് ചില സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് ഞാൻ ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോവുകയായിരുന്നു, ആ എക്സ്പീരിയൻസിലൂടെ പോവുകയായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഇങ്ങനെ ചില പ്രത്യേക സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുമ്പോൾ ഹാവിങ് ഉപയോഗിച്ച് പറയാം. നെക്സ്റ്റ്, ഹാവിങ് എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഒരു കാര്യം ഉണ്ടായിരിക്കുക എന്ന അർത്ഥം കിട്ടാനും ഹാവിങ് ഉപയോഗിച്ച് പറയാം. ഒരു പോസിറ്റീവ് മനോഭാവം ഉണ്ടായിരിക്കുക എന്നത് വളരെ പ്രധാനമാണ്. നമ്പർ 5 ഇൻ അവർ ലിസ്റ്റ് ഇസ് ഹാവിങ് എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഹാവിങ് എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, ഒരു പോസിറ്റീവ് മനോഭാവം ഉണ്ടായിരിക്കുക എന്നത് ഈസ് ഇമ്പോർട്ടൻറ്റ്, വളരെ പ്രധാനമാണ്. നമ്പർ 6 ഇൻ അവർ ലിസ്റ്റ് ഇസ് ഹാവിങ് എ ലോട്ട് ഓഫ് ഫ്രണ്ട്സ് ഗിവ്സ് പ്ലഷർ. ധാരാളം സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കുക എന്നത് വളരെ സന്തോഷം നൽകുന്നതാണ്. ഹാവിങ് എ ലോട്ട് ഓഫ് ഫ്രണ്ട്സ് ഗീവ്സ് പ്ലഷർ. ഹാവിങ് എ ലോട്ട് ഓഫ് ഫ്രണ്ട്സ് ഗീവ്സ് പ്ലഷർ. ഇങ്ങനെ ഉണ്ടായിരിക്കുക എന്ന അർത്ഥം കൂടാതെ ഒരു പ്രവൃത്തി ചെയ്തതിന് ശേഷം വേറൊരു പ്രവൃത്തി ചെയ്തു എന്ന അർത്ഥത്തിലും ഹാവിങ് ഉപയോഗിക്കാം. ഈ സെൻറ്റൻസ് നോക്കൂ. ഹാവിങ് ഫിനിഷ്ഡ് ഡിന്നർ വി വെൻറ്റ് ഔട്ട് ഫോർ എ വാക്ക്. ഡിന്നർ കഴിച്ചു കഴിഞ്ഞ ശേഷം ഞങ്ങൾ നടക്കാൻ പോയി. ഇങ്ങനെ പറയുന്നൊരു സിറ്റുവേഷൻ ഹാവിങ് കഴിഞ്ഞ ശേഷം ഉപയോഗിക്കേണ്ടത് V3 ഫോം ഓഫ് ദ വെർബാണ്. ഇവിടെ ഫിനിഷ് എന്നതിൻ്റെ V3 ഫോം ഫിനിഷ്ഡ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്പർ 7 ഇൻ അവർ ലിസ്റ്റ് ഇസ് ഹാവിങ് ഫിനിഷ്ഡ് ഡിന്നർ വി വെൻറ്റ് ഔട്ട് ഫോർ എ വാക്ക്. ഹാവിങ് ഫിനിഷ്ഡ് ഡിന്നർ വി വെൻറ്റ് ഔട്ട് ഫോർ എ വാക്ക്. ഇതുപോലെ വരുന്ന മറ്റൊരു സെൻറ്റൻസ് കൂടി നോക്കാം. ഹാവിങ് ഡൺ മൈ ഹോംവർക്ക് ഐ വെൻറ്റ് ടു സ്ലീപ്പ്. എൻ്റെ ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം ഞാൻ ഉറങ്ങാൻ പോയി. ഹാവിങ് ഡൺ മൈ ഹോംവർക്ക് ഐ വെൻറ്റ് ടു സ്ലീപ്പ്. നമ്പർ 8 ഇൻ അവർ ലിസ്റ്റ് ഇസ് ഹാവിങ് ഡൺ മൈ ഹോംവർക്ക് ഐ വെൻറ്റ് ടു സ്ലീപ്പ്. നമ്പർ 9 ഇൻ അവർ ലിസ്റ്റ് ഇസ് ഹാവിങ് എ ലോട്ട് ഓഫ് മണി ഐ ക്യാൻ ബൈ എനിത്തിങ്. ധാരാളം പണം ഉള്ളതുകൊണ്ട് എനിക്ക് എന്തും വാങ്ങാം. ഇവിടെ ഹാവിങ് ഉപയോഗിച്ചിരിക്കുന്നത് ഉള്ളതുകൊണ്ട് എന്ന മീനിങ് കിട്ടാനാണ്. ഹാവിങ് എ ലോട്ട് ഓഫ് മണി ഐ ക്യാൻ ബൈ എനിത്തിങ്. മറ്റൊരു സെൻറ്റൻസ് കൂടി കാണാം. ഹാവിങ് എ ലോട്ട് ഓഫ് ഫ്രണ്ട്സ് ഐ എം ഹാപ്പി. ധാരാളം സുഹൃത്തുക്കൾ ഉള്ളതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്. ഹാവിങ് എ ലോട്ട് ഓഫ് ഫ്രണ്ട്സ് ഐ എം ഹാപ്പി. അപ്പോൾ ഹാവിങ് ഉപയോഗിച്ചുള്ള 10 സെൻറ്റൻസസ് നന്നായി പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ ഹാവിങ് ഉപയോഗിക്കുന്നിടത്ത്
വളരെ ഫ്ലുവൻ്റായും കോൺഫിഡൻസോടു കൂടിയും സംസാരിക്കാൻ കഴിയും. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. And please do subscribe English with Joy YouTube channel. Thank you.